ഇന്ന് ഞങ്ങൾ AR ഹാൻഡ്ലൂംസിൽ പോയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമലയിൽ കുത്താമ്പള്ളി എന്ന നെയ്ത്ത് ഗ്രാമത്തിലാണ് ഈ AR ഹാൻഡ്ലൂംസ്. അവിടെ ചെറുതും വലുതുമായിട്ട് കുറേ ഷോപ്പുകളുണ്ട്. ഇതുപോലെ തന്നെ ARൽ ഞങ്ങൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. ഈ ഓണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അപ്പോൾ ഇത്ര റേറ്റ് തോന്നിയിരുന്നില്ല. ഇപ്പോൾ കുറച്ച് റേറ്റ് അധികമായി തോന്നി. പിന്നെ ധാവണി സെറ്റ് അതും അതിൽ വലിയ സെലക്ഷൻ തോന്നിയില്ല. അതിപ്പോൾ ഓണ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും. ഇതൊക്കെ വെഡ്ഡിങ് സാരിയാണ്. ഒരു 18,000 രൂപയൊക്കെ ആയി കാണിക്കുന്നതിന് അവർ പറയുന്നത്. ഈ വെഡ്ഡിങ് സാരിക്കൊക്കെ ഒരു 5,000 എബവ്, പിന്നെ 25,000 അത്ര അതിൻ്റെ ഇടയ്ക്ക്, ഒരു 5,000-നും 25,000-നും ഇടയ്ക്കാണ് അവർ ഈ വെഡ്ഡിങ് സാരികൾ റേറ്റ്. ഇതെല്ലാം വെഡ്ഡിങ് സാരിയുടെ സെക്ഷനാണ് കേട്ടോ. രണ്ട് ബ്രൈഡ്സ് വന്നിട്ട് അവിടെ ഉടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ തന്നെ അവിടെ ആ സാരിയുടെ ടസൽസൊക്കെ കെട്ടിക്കൊടുക്കും നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം. ഇത് നമ്മുടെ ടിഷ്യൂവിൻ്റെ സെറ്റ് സാരിയാണ്. ഓണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിനൊരു 1,100 രൂപയാണ്. അതിൻ്റെ തന്നെ നമ്മുടെ കോട്ടൻ്റെ ഉണ്ട്. കോട്ടൻ്റെ ആണിത്. അതിന് 550. അത് കോട്ടനാണ്, ഇത് ടിഷ്യൂ ആണ്. പിന്നെ ഈ ഇരിക്കുന്ന സെക്ഷൻ മുഴുവനും ഇതുപോലെ കസവുള്ളതും ഇല്ലാത്തതുമായ സെറ്റ് സാരികളാണ്. ഒരു 500 മുതൽ 500 കോട്ടൻ്റെയാണ്. അതൊക്കെ പോയ മോഡലാണ്. പിന്നെ ഇത് വെഡ്ഡിങ് സാരിയുടെ കുറഞ്ഞത്, അതായത് ഒരു 14,000 രൂപ വരുന്നത്. അത് പ്യുവർ കാഞ്ചീപുരമൊന്നും അല്ല, സെമി കാഞ്ചീപുരമാണെന്ന് തോന്നുന്നു. നമുക്കത് ഉടുത്ത് കഴിഞ്ഞാൽ, ഇച്ചിരി തടിയുള്ളവർക്കൊക്കെ ഉടുത്ത് കഴിഞ്ഞാൽ ഫ്ലീറ്റൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ മെറ്റീരിയൽ ഒരു സിൽക്ക് കലർന്നതാണെങ്കിൽ പോലും ഒതുങ്ങുന്ന മെറ്റീരിയൽ അല്ല. ശരിക്കും നമ്മൾ റേറ്റ് കുറവെന്ന് പറയുമ്പം ഇങ്ങനെയുള്ള അതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് സാരിയുടെ മെറ്റീരിയൽ നമ്മൾ നോക്കി തന്നെ വാങ്ങണം. നമുക്ക് ആ ഫ്ലീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം ആ റേഞ്ചിന് കല്യാണ സാരികൾ തന്നെ, പക്ഷേ വില കുറഞ്ഞത് കൂടിയത്. അതിപ്പം ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. ചിലപ്പോൾ 25,000-നൊന്നും എടുക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള 5,000-ൻ്റെ ഉണ്ട്. അവിടുന്ന് മുകളിലേക്ക് ഇതൊക്കെ ഒരു 6,000 ആണ് ഇത് വരുന്നത്. ഇതും കല്യാണ സാരി തന്നെ, മാരേജ് അത് തന്നെയാണെന്ന് പറഞ്ഞു. ഇപ്പം എല്ലാവരും, പണ്ട് നമ്മളെല്ലാ വെഡ്ഡിങ്ങിനും ഒരു മെറൂൺ അല്ലെങ്കിൽ റെഡ്, പക്ഷെ ഇപ്പം കുറച്ചും കൂടെയൊക്കെ മാറ്റമുണ്ടല്ലോ. ഈ ഒരു കളേഴ്സൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം ഒരു 6,000 എബവ്. ഇതൊക്കെ 6,000, 7,000 ആ ഒരു റേഞ്ചിലുള്ള വെഡ്ഡിങ് സാരീസാണ് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ പേസ്റ്റൽ കളറുകളുണ്ട്, പിന്നെ ഡാർക്ക് കളറുണ്ട്. കളേഴ്സൊക്കെ ഏതുണ്ട്. പക്ഷേ എനിക്ക് മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കുറച്ച് ഇതൊക്കെ ഒരു 5,000. ഇതും നമുക്ക് വെഡ്ഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ കല്യാണത്തിന് ഇങ്ങനെ സിസ്റ്റേഴ്സിനൊക്കെ ഒരേ മോഡൽ കളർ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. 5,000 ആണ്. റിഡക്ഷൻ കഴിഞ്ഞിട്ട് 4,000.
ഇതും അത് തന്നെ. പിന്നെ ഇതൊക്കെ നമ്മുടെ വെഡ്ഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരികളാണ് കേട്ടോ. അതും ഇതുപോലെ 1000 ഒക്കെ ഉള്ളൂ, 1400 ആ റേഞ്ചൊക്കെ ഉള്ളൂ. പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ നമുക്ക് ഫ്ലീറ്റ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട്, തടിയുള്ളവർക്ക് പ്രത്യേകിച്ചും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അത് ഉടുത്ത് വരാനായിട്ട്. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ആ ഒരു ദിവസത്തേക്ക് ഉടുക്കാൻ കുഴപ്പമില്ല, പക്ഷേ ഉടുത്തുകൊണ്ട് നമുക്ക് നിൽക്കാനൊക്കെ കുറച്ച് പണിയാണ്. അത് അതിൻ്റെ കളർ ചേഞ്ചാണ് അത് മുഴുവനും. ഇതൊക്കെ ആ ടൈപ്പ് തന്നെയാണ്. ഒരു 1000, 1200 ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വേണമെങ്കിലും ഉണ്ട്. ഇച്ചിരി വെയിറ്റ് ഉണ്ട് കേട്ടോ, ഇതിനൊക്കെ ഇത്തിരി വെയിറ്റ് ഉള്ളതാണ്, വെയിറ്റ്ലെസ് അല്ല. പിന്നെ ഇത് മുഴുവനും നമ്മുടെ സെറ്റ് പവർ ലൂമിൻ്റെ, അതായത് കൈ വെച്ച് നെയ്യുന്ന പവർ ലൂമിൻ്റെ, അത് നമ്മൾ പുടവ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യില്ലേ, ആ പുടവ കൊടുക്കാനായിട്ടുള്ള സാരികളാണിത്. അതിനൊരു 3000 എബവ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാ നമുക്ക് ഓണത്തിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റ് സാരി അല്ല ഇത്. ഇത് പവർ ലൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ്ലൂമാണ്. ഹാൻഡ്ലൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന, അത് അതിൻ്റെ കസവിനൊക്കെ കുറച്ച് നല്ലൊരു തിളക്കവും ഒക്കെ ഉണ്ടാവും. നോർമൽ വാഷൊന്നും പറ്റില്ല അത്. പിന്നെ ഇത് ഫുള്ളും നമ്മുടെ സെറ്റ് മുണ്ടും. നമുക്ക് തിരുവാതിരയ്ക്ക് വേണമെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ ഒരേപോലത്തെ കര വേണമെന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട് കേട്ടോ. കര മാത്രം, കസവ് മാത്രം, രണ്ടും കൂടെ. പിന്നെ അജ്രക്കിൻ്റെ പോലത്തെ അതിൻ്റെ ബ്ലൗസ് പീസായിട്ടുള്ളത്, അങ്ങനെ കുറേ സെറ്റ് മുണ്ടിൻ്റെ നല്ലൊരു കളക്ഷനുണ്ട്. അതിലും കോട്ടനും ഉണ്ട്, ടിഷ്യൂ ഉണ്ട്. ഇപ്പം വയസ്സായവർക്കൊക്കെ കുറച്ച് കോട്ടൺ ആയിരിക്കും നല്ലത്. അങ്ങനത്തെ കുറേ മോഡലുണ്ട്. അവർക്ക് കസവ് ചിലവർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. ആ ടൈപ്പൊക്കെ കുറേ കണ്ടു. ഇത് മുഴുവൻ സെറ്റ് മുണ്ടിൻ്റെ കളക്ഷനാണ്. പിന്നെ ജെൻസിൻ്റെ മുണ്ട്, ഷർട്ട് അങ്ങനെയും കണ്ടു കേട്ടോ. ഇതൊക്കെ കസവിൻ്റെ സെറ്റ് മുണ്ട്, കസവിൽ പ്രിൻ്റ് വരുന്നത് ഒക്കെ ഒരു 700, 1000 അതിൻ്റെ ഉള്ളിലാണ്. ഇതൊക്കെ 750, 1100 ആ റേഞ്ചാണ് കേട്ടോ. സെറ്റ് മുണ്ടാണിത്. ഇതുപോലെ തന്നെ സാരികളും ഉണ്ട്. ഇതല്ലാതെ വീതി കരയുള്ള സെറ്റ് മുണ്ട് വേണമെങ്കിൽ അങ്ങനെ. ശരിക്കും പറഞ്ഞാൽ സാരിയെക്കാട്ടിൽ എപ്പോഴും യൂസ് ചെയ്യാൻ എളുപ്പം സെറ്റ് മുണ്ടാണ്. നമുക്ക് പെട്ടെന്നൊരു അമ്പലത്തിലേക്കൊക്കെ പോകാനായിട്ട് സെറ്റ് മുണ്ടാണ് ഉടുത്തു കഴിഞ്ഞാൽ നീറ്റായിട്ടിരിക്കുക. അതിൻ്റെ നല്ലൊരു കളക്ഷനുണ്ട്. ഇതൊക്കെ കര മാത്രമുള്ള സെറ്റ് മുണ്ടുകൾ. നമ്മളിപ്പോൾ അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പം നമുക്ക് സിസ്റ്റേഴ്സിനൊക്കെ ഒരേപോലത്തേക്ക് വേണം, സെറ്റുമുണ്ട് ഒരേപോലത്തേക്ക് എടുക്കാം എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനായിരിക്കും.